ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എൻ്റെ ആൻറ്റി ഡാൻഡ്രഫ് ആൻറ്റി ലൈസ് ഹെയർ ഓയിലാണ്. പെയിൻ ശല്യം, ഈരി ശല്യം, ഡാൻഡ്രഫ് പോകാനൊക്കെ വളരെ എഫക്റ്റീവാണ്. ഇതാണ് ഇതിൻ്റെ നാച്ചുറൽ കളറ്. ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ പരിചയപ്പെടുത്താം. ഇതിലേതെങ്കിലും ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. ഉള്ളത് കൊണ്ടും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. കഞ്ഞെണ്ണയാണ് ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ്. മുടി വളരാനും മുടി കറുത്ത കളറ് മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ നല്ലതാണ് കഞ്ഞെണ്ണി. ഇത് വീട്ടിലേ ഞാൻ വളർത്തിയെടുക്കുന്നതാണ്. സമൂലമാണ് എടുത്തിട്ടുള്ളത്. ഇത് പൊടുതലൈ, തമിഴിൽ, മലയാളത്തിൽ നീർത്തിപ്പിലി, ജലത്തിപ്പിലി, ഇംഗ്ലീഷിൽ ടർക്കി ടാങ്കിൾ ഫ്രോഗ് ഫ്രൂട്ട് എന്ന് പറയും. ഇത് ഡാൻഡ്രഫ് പോകാൻ വളരെ നല്ലതാണ്. പൊടുക് തമിഴിൽ ഡാൻഡ്രഫ് എന്നാണ്. ഇപ്പോൾ എല്ലാ ഹെയർ ഓയിലും ഇപ്പോൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്. വീട്ടിൽ തന്നെ നട്ട് വളർത്താൻ എളുപ്പമാണ്. ബ്രഹ്മീനെ പോലെയാണ്. ഇതിപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ടാണ് ഉണങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ പൊടി അവൈലബിൾ ആണ്, അതും നമുക്ക് യൂസ് ചെയ്യാം ഇല കിട്ടിയിട്ടില്ലെങ്കിൽ. പിന്നെ ഒരു കൈപ്പിടി പുതിന, നമ്മളെ സ്കാൽപ്പിൽ എന്തെങ്കിലും ഇച്ചിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടും. പിന്നെ ഇത് കുമ്മിട്ടിക്കായ്, ഡാൻഡ്രഫ് പോവാനും പിന്നെ ചിലർക്കൊക്കെ പാച്ചസ് ആയിട്ട് മുടി കൊയ്യല്ലോ, അപ്പോൾ അതിനൊക്കെ വളരെ നല്ലതാണ്. കയ്പുള്ള ഒരു കായാണ് ഇത്. കഴിക്കാൻ പറ്റൂല, മുടിക്ക് നമ്മൾ പാക്കായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ കരിവേപ്പില, തുളസി, വേപ്പിലയാണ്. എൻ്റെ കയ്യിൽ ചെറിയൊരു പ്ലാന്റാണുള്ളത്, അതുകൊണ്ട് അതൊന്നും എടുത്തിട്ടില്ല. ഉണങ്ങിയെന്നാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഞാനിപ്പോൾ കാണിച്ച എല്ലാ ഇലകളും വീട്ടിൽ തന്നെ വളർത്തിയെടുക്കുന്നത് എക്സെപ്റ്റ് കുമ്മിട്ടിക്കായ്. ഇത് ബ്രഹ്മിയാണ്, മുടിക്ക് നല്ലതാണ്. പിന്നെ ഇരുവേലി, സ്കാൽപ്പിൽ എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മാറിക്കിട്ടും. വെറ്റില തണുപ്പിടിക്കാതിരിക്കാൻ നല്ലതാണ്. പിന്നെ ഇതാണ് മെയിനായിട്ട് പെയിൻ ശല്യം, ഈർശല്യം മാറിക്കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മൾ സീതാഫലിൻ്റെ ഇല, കസ്റ്റർഡ് ആപ്പിൾ. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഒരു ക്ലീൻ മിക്സി ജാറിൽ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പം ഞാൻ എല്ലാ പച്ചിലകളും ഒരുമിച്ചിടുന്ന, കഞ്ഞെണ്ണിയും കുമ്മിട്ടിക്കായ് മാത്രം സെപ്പറേറ്റ് ആയിട്ടാണ് അരയ്ക്കുക. കഞ്ഞെണ്ണി സമൂലം എടുത്തതുകൊണ്ട് ഇതിൽ അരയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് അരയ്ക്കാൻ ഞാൻ അരി കഴുകിയ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളടുത്ത് അതില്ലെങ്കിൽ പച്ചവെള്ളം ചേർത്തിട്ടും നമുക്ക് അരച്ചെടുക്കാം. അപ്പം ഞാൻ ആദ്യം ഈ പച്ചിലകളൊക്കെ അരച്ച് നീര് എടുത്ത് മാറ്റുകയാണ്. പിന്നെ കഞ്ഞെണ്ണി സമൂലം എടുത്തിട്ട് അരച്ച് അതും ഇതിൻ്റെ ഒപ്പം തന്നെ ചേർക്കുകയാണ്. ഇത് കുമ്മിട്ടിക്കായ് കട്ട് ചെയ്തിട്ട് കണ്ടില്ല, സീഡ് മാത്രമേ ഉണ്ടാവുള്ളൂ അധികം. അപ്പോൾ ഇത് വെള്ളമൊന്നും ചേർക്കാതെ നമുക്ക് അരച്ചെടുക്കാൻ പറ്റും. പിന്നെ സൂക്ഷിക്കേണ്ടത്, നമ്മൾ മിക്സി ജാർ വീട്ടിൽ ഉപയോഗിക്കുന്നതായിരിക്കില്ലേ, അപ്പോൾ കുമ്മിട്ടിക്കായ് അരച്ച ശേഷം നല്ല കയ്പ്പായിരിക്കും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുമ്മിട്ടിക്കായ് അരച്ച ശേഷം തേങ്ങ ചേർത്ത് നന്നായിട്ട് അരച്ച് തേങ്ങാപ്പാലെടുക്കുക. അപ്പോൾ ആ കുമ്മിട്ടിക്കായൻ്റെ ആ ഒരു കയ്പ്പ് മാറിക്കിട്ടും. പിന്നെ ചൂടുവെള്ളത്തിലൊന്ന് വാഷ് ചെയ്ത് വെച്ചാൽ മതി. അപ്പം നമുക്ക് ആവശ്യമുള്ളത് പച്ചിലകളുടെ നീരും തേങ്ങാപ്പാൽ. ഇത് ഒരു തേങ്ങേൻ്റെ പാലാണ്. പിന്നെ നമ്മൾ കുമ്മിട്ടിക്കായ് വെള്ളം ഒഴിക്കാതെ അരച്ചെടുത്തതാണ്. ഒരു പാത്രത്തിൽ അലുമിനിയം ഉപയോഗിക്കേണ്ട, ബാക്കി ഏതായാലും കുഴപ്പമില്ല. ഫ്ലെയിം ലോ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. ഇന്ന് ഞാൻ 1 ലിറ്റർ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് ഒഴിക്കുകയാണ്. അതിൽ ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു തേങ്ങേൻ്റെ പാല്. ഇത് നന്നായിട്ട് അത് തിളപ്പിച്ചെടുക്കും. ഒരു 10-20 മിനിറ്റ് ആകുമ്പോൾ നന്നായിട്ട് അത് തിളച്ച് വരും. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ അരച്ച നീര് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഞാൻ എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒറ്റയടിക്കാൻ ഞാൻ എണ്ണ ചേർക്കില്ല, ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ടാണ് ചേർക്കുക. ഒന്നാമത് പാത്രം ചെറുതാണ്. അപ്പോൾ നന്നായിട്ട് തിളക്കുമ്പോൾ പുറത്തേക്കൊക്കെ തെറിക്കാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ കളറ് മാറിയ ശേഷം കുമ്മിട്ടിക്കായ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കുമ്മിട്ടിക്കായാണ് അവസാനം ചേർത്ത് കൊടുക്കുന്നത്. കുമ്മിട്ടിക്കായ് വേഗം വെന്ത് വരും. അതുകൊണ്ടാണ് ആ കളറ് നമ്മൾ ആദ്യത്തെ പച്ചിലേൻ്റെ നീരൊഴിച്ച് നന്നായിട്ട് തിളച്ച ശേഷമാണ് കുമ്മിട്ടിക്കായ് ഇട്ട് കൊടുക്കുന്നത്. കുമ്മിട്ടിക്കായ് ഇട്ട് ഒരു 20-25 മിനിറ്റ് ഉള്ളിൽ നമുക്ക് നമ്മളെ എണ്ണേൻ്റെ കളർ ഇങ്ങനെ മാറിക്കിട്ടും. പിന്നെ ഇതിൻ്റെ പരുവം എന്ന് പറയുന്നത് ഈ കുമ്മിട്ടിക്കായാണ്. കുമ്മിട്ടിക്കായ് നന്നായിട്ട് മൊരിഞ്ഞിട്ടാണ് കിട്ടുക. അതാണ് ഇതിൻ്റെ പദം.
ഞാൻ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഫ്ലെയിം ലോയിൽ തന്നെയാണ് ഉള്ളത്, പക്ഷെ നന്നായിട്ട് വെട്ടി തിളക്കുന്നുണ്ട്. കുമ്മിട്ടിക്കായ കണ്ടില്ലേ, നന്നായിട്ട് മൊരിഞ്ഞിട്ടാണ് കിട്ടുക. അതുകൊണ്ടാണ് നമ്മൾ അവസാനം ചേർക്കുന്നത് കുമ്മിട്ടിക്കായ. എണ്ണേൻ്റെ നാച്ചുറൽ കളറാണിത്, നമ്മളിട്ട പച്ചിലകളുടെ കളറാണിത്. ഇതൊക്കെ ഞാൻ വീട്ടിൽ തന്നെ വളർത്തുന്നതുകൊണ്ട്, ഞാൻ സ്ഥിരവും ഇത് ഉണ്ടാക്കി കൊടുക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. നമ്മൾ എണ്ണ മൂത്ത് കഴിഞ്ഞാൽ ഒരു പാത്രത്തിൽ ചെറിയ കഷ്ണം വയമ്പും പിന്നെ ഒരു ചെറിയ കഷ്ണം പച്ചക്കർപ്പൂരമാണ് ചേർത്ത് കൊടുക്കുന്നത്. വയമ്പ് ചേർക്കുന്നത് നമ്മളെ ഈ പെയിൻ ശല്യം, ശല്യത്തിനൊക്കെ വളരെ നല്ലതാണ്. വയമ്പ് അധികം ചേർക്കേണ്ട, നല്ല സ്മെല്ലാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഫ്ലെയിം ഓഫാക്കി നമ്മൾ ഫിൽറ്റർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടാൽ തന്നെ തിരി നന്നായിട്ട് മൊരിഞ്ഞിട്ടാണുള്ള ഈ കുമ്മിട്ടിക്കായൻ്റെ. പിന്നെ ഇത് നമ്മൾ എണ്ണ ഉണ്ടാക്കിയ പാട് ഉപയോഗിക്കാൻ പറ്റില്ല, ഒരു 2 ആഴ്ചയെങ്കിലും മാറ്റി വെക്കണം. ഏത് എണ്ണയായാലും ഒരു 2 ആഴ്ചയെങ്കിലും മാറ്റി വെക്കണം, എന്നിട്ട് ഉപയോഗിച്ചാലാണ് അതിൻ്റെ ഗുണം കിട്ടുക. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. നന്നായിട്ട് ഫിൽറ്റർ ചെയ്തിട്ട് നമുക്ക് ഒരു കണ്ണാടി പാത്രത്തിലോ സ്റ്റീൽ ജാറിലോ എന്തെങ്കിലും അതിൽ നല്ല ക്ലീൻ ആയിട്ടുള്ളത് ഒഴിച്ച് വെക്കാം. ഞാൻ കളറ് കാണിച്ചു തരാം എണ്ണേൻ്റെ. ഇതിൽ നമ്മൾ പച്ചിലകൾ മാത്രമാണ് ചേർത്തിട്ടുള്ള, അതിൻ്റെ ആ ബ്യൂട്ടിഫുൾ കളറാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ ഇത് വളരെ എഫക്റ്റീവാണ്, ട്രൈ ചെയ്ത് നോക്കുക, കുട്ടികൾക്ക് വളരെ നല്ലതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.